ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കായിട്ട് വലിയൊരു കല്യാണത്തിന്റെ ഓർഡർ ലഭിക്കുകയാണല്ലേ. അതായത് ഒരു കല്യാണ മണ്ഡപം അലങ്കരിക്കുക എന്നൊരു ഓർഡർ നമ്മുടെ രേവതി ഏറ്റെടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് ഹേമ വരുന്നത്. എന്നാൽ ഹേമ പറയുന്നുണ്ട് രേവതിക്ക് ഇതിനെ കൊണ്ടൊന്നും സാധിക്കില്ല, അവളെ കൊണ്ട് കൂട്ടിയേ കൂടുകയില്ല, അവൾ ഈ ഒരു ഫീൽഡിലേക്ക് അധികം നാളായിട്ടില്ല വന്നിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പുതിയ ആൾക്കാർക്ക് നമ്മൾ ചാൻസ് കൊടുക്കേണ്ടല്ലേ, ഇങ്ങനെയൊക്കെയല്ല അവരും വളർന്നു വരട്ടെ എന്ന് മാനേജർ പറയുന്നുണ്ട്. അതിന് ശേഷം പറയണം എന്തായാലും രേവതി ചെയ്ത് നോക്കട്ടെ, ചെയ്യാൻ പറ്റുമല്ലോ, അതിനുശേഷം പറയാമെന്ന് മാനേജറും പറയുന്നുണ്ട്. അങ്ങനെ രേവതി വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ പോകുന്ന സമയത്ത് മാനേജറായിട്ട് ഹേമ വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ചാൻസ് അവർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഹേമയെന്ന് ഈ ഒരു മാനേജറും പറയുന്നത്. പിന്നീട് കാണിക്കുന്ന ഹേമ വണ്ടി ഓടിച്ചിട്ട് പോകുന്ന സമയത്താണ് രേവതിയെ കാണുന്നത്. പെട്ടെന്ന് തന്നെ രേവതിയുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്കായിട്ട് വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയതിന് ശേഷം ഈ ഒരു ഓർഡർ എടുക്കുന്നതിന് പിന്മാറാനായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും രേവതി കേൾക്കാതെ വരുന്ന സമയത്ത് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ കീഴിലായിട്ട് ജോലി ചെയ്തോ, നീ ഇപ്പം മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ നിങ്ങൾക്ക് ശമ്പളമായിട്ട് തരാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനാണ് താല്പര്യം, ഈ ഒരു ഓർഡർ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലെ ഭാമയും ചന്ദ്രയും നടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തോ ഉടക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചന്ദ്ര മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്യാണ ഓർഡറിൻ്റെ പേരും പറഞ്ഞുകൊണ്ടുള്ളൊരു ഉടക്കാണ് എന്ന് ഇരുവർക്കും തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നത്. അങ്ങനെ രേവതി ഈ ഒരു ഓർഡർ താൻ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വാച്ചറോട് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഹേമ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭാമയെ കൂട്ടിക്കൊണ്ട് ചന്ദ്ര അങ്ങോട്ട് വന്നതിന് ശേഷം ഒന്ന് നിന്നേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ നിങ്ങളുമായിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് ഹേമ ചോദിക്കും. ഇത് അവരുടെ അമ്മായിയമ്മയാണെന്ന് ഭാമ പറയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടുതലാണ്. ഇപ്പം ഈ ഓടി നടക്കുന്ന അവൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു റൂം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പൈസ സ്വരൂപിച്ചെടുക്കുന്നത്. എന്തായാലും അവളെ വളരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ചന്ദ്ര മറുപടി പറയുമ്പോഴത്തേക്കും ഇവരുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല ലാഭം തന്നെയായിരിക്കും, അവളെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാൻ സാധിക്കുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ഹേമ ചന്ദ്രയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. മാത്രമല്ല രേവതിയുടെ പൂ കിട്ടുന്ന ഫ്രണ്ട്സും തമ്മിൽ ഇങ്ങനെ ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് പലവണ പറയുന്നത് താൻ കേട്ടിട്ടുണ്ടെന്നൊരു കള്ളവും കൂടി ഹേമ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ദേഷ്യമെടുക്കാനാണ്. ചന്ദ്ര പറയുകയാണെങ്കിൽ അവൾ അതല്ല അതിലപ്പുറം പറയുമെന്ന് എനിക്കറിയാം, അവൾ അഹങ്കാരം കൂടിയ പെണ്ണാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹേമ വേഗം മനസ്സിൽ ചിന്തിക്കണം എന്തായാലും ഇവരുടെ നമ്പർ മേടിച്ച് വെച്ചേക്കാം, തനിക്ക് ഉപകാരപ്പെടുമെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ചന്ദ്രയുടെ നമ്പർ മേടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന രേവതി അവിടെ നേരെ ചെല്ലുന്നത് പൂക്കൾ ഓർഡർ എടുക്കാനാണ്. എന്നാൽ അവിടെ ചെല്ലുന്ന സമയത്താണ് പൂക്കൾക്ക് എല്ലാത്തിനും കൂടി 7 ലക്ഷം രൂപ വരും, എന്നാൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അഡ്വാൻസ് കുറച്ച് കുറയ്ക്കാൻ സാധിക്കുമോ എന്ന് പൂക്കച്ചവടക്കാരനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അതില്ല എന്ന് ഒരു ഉറച്ച തീരുമാനം തന്നെ പറയട്ടെ. അങ്ങനെ രേവതി സങ്കടത്തോട് തന്നെ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ സച്ചി കാര്യം തിരക്കുമ്പോഴാണ് ഇങ്ങനെ വലിയൊരു ഓർഡർ തനിക്ക് കിട്ടിയിരുന്നു, പക്ഷേ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ സച്ചി ഒരു നിമിഷം പതറുന്നുണ്ട്. എന്നിരുന്നാലും രേവതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് എങ്ങനെയാലും ഒപ്പിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചന്ദ്രയും രവി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വരുമ്പോൾ തന്നെ രേവതി ഇങ്ങനെ 8 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ തനിക്ക് കിട്ടിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിലെനിക്ക് വലിയ അതിശയം തോന്നുന്നില്ല, രേവതി മോൾ ഇതല്ല ഇതിലും വലിയ ഓർഡറുകൾ പിടിച്ചെടുക്കുമെന്ന് എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം, അവൾ നല്ല കഴിവുള്ള കുട്ടിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഒരു കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്ന കൂടി തന്നെ പറയണ 8 ലക്ഷം രൂപ അടുത്ത് ആവശ്യമുണ്ട്, 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്താൽ മാത്രമാണ് പൂക്കൾ അവർ തരികയുള്ളൂ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ ഒരു തുക ഒപ്പിക്കാനായിട്ട് ഞാനും രേവതിയും കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു വീടിൻ്റെ ആധാരം വെച്ച് നമുക്ക് പൈസ എടുത്താലോ എന്ന് രവി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്ര അതെന്തായാലും പറ്റുകയില്ല, ഒപ്പിടാനായിട്ട് രവിയേട്ടൻ മാത്രം പോലെ എൻ്റെ ഒപ്പ് വേണ്ട, അതുകൊണ്ട് ഒരിക്കലും ഞാനിതിന് സമ്മതിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വീട് കണ്ടുകൊണ്ടല്ല ഞങ്ങൾ പറഞ്ഞത് അച്ഛൻ, ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാമെന്ന് സച്ചി പറയുന്ന നേരത്ത് അമ്മയുടെ യാതൊരു സഹായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സ്വന്തമായി തന്നെ ഈ ഒരു പണം കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇവർ പോയിട്ട് തൊട്ട് പിന്നാലെ തന്നെ രവി ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് നിന്റെ അഹങ്കാരത്തിന് അറുതി വരുത്താറായിരിക്കും ചന്ദ്രേ, നീ ഈ താറ്റി കെട്ടുന്നോൾ തന്നെ ആയിരിക്കും എന്നും നിനക്ക് കാവലായിട്ടുണ്ടാവുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് സച്ചി മുകളിലേക്ക് തീർന്നതിന് ശേഷം അച്ചമ്മയെ വിളിക്കാണ്ട് ഒരുങ്ങാൻ, അച്ചമ്മയോട് 5 ലക്ഷം രൂപ മേടിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി വേഗം തടയുന്നുണ്ട്. സച്ചി കാര്യം തിരക്കുന്ന നേരത്തല്ല, ഞാൻ അമ്മയോട് പറഞ്ഞ് എൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ പണം ഉണ്ടായിക്കോളുന്നില്ല, പിന്നെ നമ്മളിനി അച്ചമ്മയോട് ചോദിച്ചാൽ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അമ്മ കുറ്റപ്പെടുത്തുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിക്കും അത് ശരിയാണ് തന്നെ തോന്നുകയാണ്. അപ്പോൾ എങ്ങനെ പണം ഒപ്പിക്കുമെന്നൊക്കെ ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാലും പണം ഒപ്പിച്ചേ മതിയാവും സച്ചേട്ടൻ, എന്തായാലും ഇതിൻ്റെ ഒരു വാശിയാണ്, ഈ ഒരു വർക്ക് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് രേവതി ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പറയട്ടെ. ആ ഒരു ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.